ഗൈസ്, നമ്മൾ കുറേ നാൾ Q&A വീഡിയോ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ 1-2 ആഴ്ച മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു Q&A ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ ചോദിച്ചേക്കുന്നതും അങ്ങനെയുള്ളത് കൊണ്ട് അല്ലാതെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറേ മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഹലോ ഗൈസ്, ഇതിൻ്റെ രണ്ടാമത്തെ ഡേക്ക് കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റുള്ളൊരു വീഡിയോ എടുത്തു. പക്ഷേ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു സൗണ്ടിന് പ്രശ്നമുണ്ട്. അപ്പോൾ അത് ആ സീനുകൾ ചിലപ്പോഴേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു നമ്മുടെ സൗണ്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പ് ഭയങ്കര മെഗാസിലൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. എനിക്ക് ഒരു 5ാം ക്ലാസ്സിൽ ആകുമ്പോൾ ടെക്നിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാനും പറ്റും കാര്യങ്ങൾ. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇട്ടാലും വിചാരിച്ചു. അങ്ങനെ ഞാൻ തുടങ്ങിയ കേട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഏകദേശം കുറേ ഇലക്ട്രോണിക്സ് ബന്ധമായിട്ട് ഒരു ഹൈ പവർ ബാറ്ററിയിൽ എന്തൊക്കെയുണ്ട് അങ്ങനെ കുറേ അങ്ങനത്തെ സംഭവം. ഈ ഇൻക്യുബേറ്റർ അങ്ങനത്തെ ഇൻക്യുബേറ്ററൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ അതിന് മുമ്പ് തന്നെ കുറേ ഉണ്ടാക്കി നമ്മൾ മുട്ടയൊക്കെ വിരിയിച്ചു അങ്ങനെ കുറേ ഉണ്ടോ. അപ്പോൾ ഈ കഴിഞ്ഞൊരു ആഴ്ച വരെ ആ വംശം, അതായത് അന്നുണ്ടായിരുന്ന വംശം ഈ കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോയി 5ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് കേട്ടോ. 5ാം ക്ലാസ്സിലാണ് ഇൻക്യുബേറ്റർ തുടങ്ങിയതാണ്. എനിക്കൊന്ന് 6ാം ക്ലാസ്സിലാണ് കണ്ട. അത്രയും നാൾ തുടങ്ങിയ ഇപ്പം ഞാൻ +2 അല്ലേ, അത്രയും നാൾ ആ വംശം കൊണ്ടുപോയി നമ്മൾ ഈ എടുത്ത് ലാസ്റ്റ് പറയത്തിൽ നമ്മൾ കൊന്നു. എന്നുവെച്ചാൽ സഖിയായിട്ട് കൊന്ന കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പെടക്കോഴി ഉണ്ടായിരുന്നു, അതിന് പട്ടി പിടിച്ചിട്ടുണ്ട്. നമ്മളാരും അറിഞ്ഞില്ല. നമ്മൾ അയൽക്കാർ പറയുമ്പോൾ അറിഞ്ഞു പട്ടി ഒരു വെള്ളക്കോഴിനെ കൊണ്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇൻക്യുബേറ്ററിൻ്റെ കഥ. പിന്നെ എനിക്ക് ടെക്നിക്കൽ പ്ലാൻ ഉണ്ടെന്ന് എൻ്റെ വീട്ടിൽ ആരെ കയറി വന്നാലും പറയും. കാരണം ഒരു ഇലക്ട്രോണിക് വർക്ക്ഷോപ്പിൽ കയറിയാൽ എന്തൊക്കെ ഉണ്ടാകും. പ്ലെയർ, മൾട്ടിമീറ്റർ, ഹൈ പവർ ബാറ്ററി, വലിയ ബാറ്ററീസ് എല്ലാം ഉണ്ട് എൻ്റെ റൂമിൽ. പിന്നെ വലിയൊരു മോട്ടറുണ്ട്, അങ്ങനെ കുറേ സാധനമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ സോൾഡറിങ് ഇവിടെയെങ്കിലുമൊക്കെ തൂങ്ങി കിടപ്പുണ്ടാവും എൻ്റെ റൂമിൽ വന്ന്. ഇപ്പോൾ നമുക്ക് ഈ കർട്ടൻ്റെ പുറകെ കിടക്കണം സോൾഡറിങ്ങാനൊക്കെ. അതൊക്കെയാണ് എൻ്റെ മുറിയുടെ പരിപാടി. അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ വീഡിയോസ് കാണാൻ തുടങ്ങി. കാർത്തിക് സൂര്യ, സഞ്ജു ടെക്കി, അങ്ങനെ കുറേ നിക് വ്ളോഗ്സ്. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. അങ്ങനെയൊക്കെ തോന്നി ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങി വീഡിയോസ്. പക്ഷെ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും കൂടെ എനിക്ക് കിട്ടിയായിരുന്നു. അതായത് ഞാൻ വെളിയിൽ ഇറങ്ങി. അപ്പം ആൾക്കാർ എന്നെ എവിടെ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ഓർമ്മയില്ല, പക്ഷേ എവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഫോണിലാണെന്ന് ചോദിച്ചപ്പോൾ അതെ ആണെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചാൽ ഫോണിലൂടെ കണ്ടു, ഇൻസ്റ്റയിൽ യൂട്യൂബിൽ അത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ വീഡിയോസ് എടുക്കുന്നുണ്ടാവുകൊണ്ട് അങ്ങനെയൊക്കെ കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെയൊക്കെ വന്നിരുമ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സ് നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോഴും അത്യാവശ്യം ആൾക്കാരായിട്ട് നമ്മൾ കോൺടാക്റ്റ് ഉണ്ട് ഇപ്പോഴും. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങോട്ടൊരു വട്ടം ഒരു കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സായിട്ട് ഇരിക്കുമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പോളിസി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പോളിസി വരുന്നത്. പോളിസി നമ്മൾ ഒരു വട്ടം ഇങ്ങോട്ട് നമ്മൾക്കൊരു കമ്പനിയാക്കി നമ്മൾ വൈബായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയി ഒരു കമ്പനിയായി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി. എൻ്റെ ഫ്രണ്ട്സിലേക്ക് ചോദിച്ചാൽ മതി. പിന്നെ എന്തുവാ ഇപ്പം അവിടെ പഠിക്കുന്നത്, ഇതൊക്കെ ഞാൻ മുമ്പേ ഒരു വട്ടം പറഞ്ഞാണ്. ഞാൻ ഇപ്പം പഠിക്കുന്ന അമ്പലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ അമ്പലത്തിൻ്റെ സൈഡിലൊരു സ്കൂളുണ്ട്, ഗവൺമെൻറ് മോഡൽ VHSS അമ്പലപ്പുഴ. അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പം ഞാൻ +2 പഠിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയം മൊബൈൽ റിപ്പയറിംഗ് ആണ്. അപ്പോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ടെക്നീഷ്യനാണ് ഞാൻ പഠിക്കുന്നത്. എന്തുവാ ഞാൻ ഫോണിലാണ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിരിക്കുന്നത്. സ്റ്റഡീസ് ഇപ്പം ഞാൻ +2 പഠിക്കുന്നത്. പിന്നെ ലൈഫ് സ്റ്റോറി, അത് എന്തുവാ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ജീവിതകഥയായിരിക്കും. ആൾക്ക് എന്നെ നല്ലപോലെ അറിയാം. ഓക്കെ, ആ ചോദിച്ചിരുന്ന ആളെ അതെനിക്കറിയാം. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എൻ്റെ +2 മുമ്പത്തെ ജീവിതമുണ്ട്. അതായത് എൻ്റെ LKG തൊട്ടുള്ള സ്കൂൾ ലൈഫ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയാൻ ഞാൻ ഇറക്കും. സെറ്റ് അവൻ്റെയൊക്കെ ഞാൻ പറയാം, നമുക്ക് ലൈഫ് സ്റ്റോറി ഇറക്കാം. എൻ്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്, അപ്പൂപ്പൻ അമ്മ നമ്മുടെ കുടുംബ വീട്ടിലാണ്. പിന്നെ അങ്കിള് ആൻറ്റി ഉണ്ട്, അതായത് അമ്മയുടെ അനിയൻ, പിന്നെ അനിയൻ്റെ വൈഫ്, പിന്നെ അവർക്കൊരു മോനുണ്ട്. അവർ 3 പേരും UK സെറ്റിൽഡാണ്. ഓക്കെ,
ലൈനാണോ ചോദിച്ചത്? അപ്പോൾ ലൈൻ ഇല്ല, അത്രേ ഉള്ളൂ. ലൈൻ ഇല്ല കേട്ടോ. ഞാൻ സിംഗിൾ കേട്ടോ. സിംഗിളാന്ന് കെട്ടുന്നവർ കുറച്ചിട്ട് പറയണം സത്യാവസ്ഥ. അപ്പം വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമ്പലപ്പുഴയ്ക്ക് അടുത്ത് തന്നെ കഞ്ഞിപ്പാടം എന്ന സ്ഥലമുണ്ട്. അപ്പോൾ കഞ്ഞിപ്പാടത്ത് കൃത്യം പറയുകയാണെങ്കിൽ AK ജംഗ്ഷൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ജംഗ്ഷൻ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത വീഡിയോസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടൈപ്പ് വീഡിയോസ് എടുക്കണം എന്നുണ്ട്. അതായത് പബ്ലിക്കിലോട്ട് ഇറങ്ങി ഇങ്ങനെ കുറേ അധികം വീഡിയോസ് എടുക്കുമല്ലോ, അങ്ങനത്തെ രീതി വീഡിയോസ് എടുക്കണം എന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. പിന്നെ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് ഞാൻ പറയാം. ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്, എല്ലാം മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് നമ്മൾ എല്ലാം പക്ക ഡീറ്റെയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു വീഡിയോ പറയുകയാണെങ്കിൽ നമുക്ക് ഷോർട്സ് പോലെ എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കൊച്ചു ബിസിനസ് ഉണ്ട്. അറിയാത്തവർക്ക് ഞാൻ പറയാം, കൊച്ചു ബിസിനസ് ഉണ്ട്. അത് ഒരു സോപ്പ് ബിസിനസ്സാണ്. നമുക്ക് കുറേയധികം വെറൈറ്റി സോപ്പുകൾ വരും. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് സിദ്ധൂസ് ഹെർബൽ കെയർ എന്നാണ് ബ്രാൻഡിൻ്റെ നെയിം വരുന്നത്. ആൻഡ് നമുക്കുള്ളത് ഇപ്പോൾ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിലാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത് ഇപ്പം. പിന്നെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു, അത് ഇപ്പം നമുക്ക് നിർത്തി വെച്ച്. നമുക്കിപ്പോൾ കടയിൽ അത്യാവശ്യം കച്ചവടമുള്ളതാണ്, നമ്മൾ അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ബാക്കി ഷോപ്പിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് എവിടം വരെ സാധനം പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഗൾഫ് കൺട്രീസിൽ ഇച്ചിരി ഓർഡർ, അതായത് നമുക്ക് അങ്ങനെ നമുക്ക് കൊടുക്കുമല്ല കേട്ടോ. ആൾക്കാർ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഗൾഫിൽ പോകുമെന്ന് പറയാൻ ഇവിടെ നിന്ന് ആൾക്കാർ പോകുമ്പോൾ അവരെ നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഗൾഫിലേക്ക് പോകുന്നത്. പിന്നെ UK അങ്ങനെയൊക്കെ സ്ഥലത്ത് അത്യാവശ്യം ബൾക്ക് സാധനം പോയിട്ടുണ്ട്. അതായത് അവർ നമ്മളിവിടെ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്, അതായത് ഹൗസ് ബോട്ടിങ് ഒക്കെ വരുന്നവർ നമ്മുടെ കടയുടെ ഫ്രണ്ട് നിർത്തുമ്പോൾ അവർ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് 1000 മേളിൽ 1500 മേളിൽ കച്ചവടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൗസ് ബോട്ടിൽ വന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ ഊഹ കേട്ടോ. ഊഹാന്ന് വെച്ചാൽ ഇത് കൂടുകയാണ്, കുറയത്തില്ല. ഓക്കെ, മനസ്സിലായി. കറക്റ്റ് കണക്ക് പറയാൻ മനസ്സിലായി. അത്രയും കച്ചവടം അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പം പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ മുകളിലൊക്കെ നമുക്ക് സൈസ് ഇച്ചിരി കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 100 ഗ്രാമിന് ഇപ്പം 40 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ മറ്റേ 70 ഗ്രാം 75 ഗ്രാം ഉണ്ടോ വേറെ വരുന്നത്. അതിന് നമുക്ക് ഏകദേശം 25 നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ 30 ആക്കി കേട്ടോ. സാധനത്തിൽ നമ്മൾ നല്ല റേറ്റ് വരുന്നുണ്ട്, അത് നമ്മൾ 30 ആക്കി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് പക്ക ഹെർബൽ സാധനമാണ് കൊടുക്കുന്നത്. മഞ്ഞളൊക്കെയാണ്. മഞ്ഞൾ നമ്മുടെ ഫ്രണ്ടിലുള്ള മഞ്ഞൾ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സാധനം നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അതൊക്കെയാണ്. അപ്പം ഒരിക്കലും മായമില്ല, ഒട്ടും മായമില്ല. ഓക്കെ, എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ സോപ്പിനകത്ത് നമുക്ക് റോസ് വാട്ടർ ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ മഞ്ഞളിലാണെങ്കിൽ മഞ്ഞളിൻ്റെ എക്സ്ട്രാക്ട്, അതായത് മഞ്ഞൾ നമ്മൾ പച്ചമഞ്ഞൾ അരച്ച് അത് പിരിഞ്ഞെടുത്ത് അങ്ങനെയുള്ള ആ എക്സ്ട്രാക്റ്റ് വരും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെന്തോ ഇനി നമുക്ക് ബിസിനസ് ഐഡിയാസ് കൂട്ടിയെടുക്കുന്നതിനാണ് നമ്മൾ നമുക്ക് ലൈസൻസ് എടുക്കണം. അതായത് എനിക്കിപ്പം 18 വയസ്സായിട്ടുണ്ട്. ആകാൻ പോകുന്നു, 18 വയസ്സാകാൻ പോകുന്നത് അടുത്ത നവംബർ 7-ാം തീയതി ആകുമ്പോൾ എനിക്ക് 18 വയസ്സാവും. അപ്പോൾ എനിക്ക് ലൈസൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് കോസ്മെറ്റിക് ലൈസൻസ് എടുത്താൽ നമുക്ക് GST ഒക്കെ എടുക്കണം. എന്നാൽ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് ഓൺലൈനിൽ സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് ഒരു പ്രശ്നം വരുന്നത്. എത്ര വയസ്സെന്ന് ചോദിച്ചു, അത് ഇത്രയാണ്. അപ്പോൾ എനിക്ക് 17 വയസ്സായി, 18 ആകാൻ പോകുന്നു ഈ നവംബർ ആകുമ്പോൾ. റോൾ മോഡൽ ആരെയും ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ പറയാനാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് കേട്ടോ. കാണിച്ചുതരാം ഇമേജ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്താ വെച്ചാൽ എനിക്ക് ടെക്നിക്കൽ ഫീൽഡ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇഷ്ടമായതാണ് കേട്ടോ. ആളുടെ ഒരു ടെക്നോളജി ഒക്കെ കാരണം ഇയാളാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അറിയാമെന്ന് വിചാരിക്കുന്നു. ആളാണ് എനിക്കിഷ്ടം. ഓക്കെ, എന്തുവാ എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഫ്രണ്ട്സായിട്ട് പറയാണ്ട് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഒരിടയ്ക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സായിട്ട് പറയാൻ രുക്മിണി എന്ന് പറയുന്ന ആൾ ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആൾ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഒരു നല്ല ഫ്രണ്ടായിട്ട് പറയാനുണ്ട്. അല്ല, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഫ്രണ്ട് ഒരാളേ ഉള്ളൂ, രുക്മിണി. പിന്നെ ആളുടെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, കുറച്ച് പേര്. അവർ നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. ബട്ട് രുക്മിണി പ്രഷ്യസ് ഫ്രണ്ടാണ്. അത്ര ആള് നല്ല ഫ്രണ്ടാണ്. ഒരിടയ്ക്ക് നമ്മൾ എല്ലാ ഫ്രണ്ട്ഷിപ്പിലും കാണില്ല. ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടായാലും നമ്മൾ പിന്നെയും അടുപ്പ് ഫ്രണ്ട്സ് പൊക്കോണ്ടിരിക്കുന്നു.
ഇതിനകത്ത് നിങ്ങൾക്കിപ്പം വല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ട് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റോറി പറയാനുണ്ട്. ഇപ്പോൾ ലൈഫ് സ്റ്റോറിക്കകത്ത് നമ്മൾ വരുന്നതാണ്. ഈ ലൈഫ് സ്റ്റോറിക്കകത്ത് ഒരു കുറച്ച് ലവ് സ്റ്റോറിയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റുഡിയോ അപ്ഡേറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആകെപ്പാട് ഇപ്പോൾ ഒന്നുമില്ല. ഇത് ഇപ്പം ജസ്റ്റ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് പറയുന്നത് ഇവിടെ എൻ്റെ റിംഗ് ലൈറ്റ് ഇരിപ്പുണ്ട്. ഈ ഗ്രീൻ കാണുന്നുണ്ട് ഇവിടെ ആയിട്ട്. ഞാൻ ഇപ്പം ജസ്റ്റ് അങ്ങോട്ട് നോക്കുന്നത് വെച്ചാൽ എനിക്ക് പുറകെ കണ്ണാടിയുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങളുടെ ഫോണിൽ എന്ത് കാണുമെന്ന് എനിക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു ഇതിരിപ്പുണ്ട്, ഗ്രീൻ ലൈറ്റ് കാണുന്നത്. നമ്മുടെ റിംഗ് ലൈറ്റ് താഴെ വെച്ചിട്ട് അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അതാണ്. പിന്നെ ഇപ്പം നിങ്ങളിരിക്കുന്ന ഒരു എന്ത് ചെയ്ത് ട്രൈപോഡിലാണ് ഇരിക്കുന്നത്. പിന്നെന്തുള്ളത് എനിക്ക് വേറൊന്നുമില്ല. പിന്നെ എൻ്റെ ബാക്കി ബാക്കിലൊക്കെ വെച്ച ലൈറ്റെല്ലാം ഞാൻ അഴിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എക്സിബിഷൻ വരുവാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കാരണം നമ്മൾ ലൈറ്റെല്ലാം അഴിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചത്. പിന്നെന്തുവാ എൻ്റെ പിന്നെ മിനി ട്രൈപോഡൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, എവിടേക്കോ ഉണ്ട്. പിന്നെന്തുവാണ് എൻ്റെ ഫോൺ ഏതാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കിപ്പോൾ ശരിക്കും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതാണ് കേട്ടോ. നോക്കിയ 3.2 ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 3.2 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചേച്ചി പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ ചേച്ചിയുടെ ഫോണാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോക്കോ M4 Pro, അത് അമ്മയുടെ ഫോണാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ മെയിനായിട്ട് വീഡിയോസ് എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എവിടെയെങ്കിൽ ഈ ഫോണിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വേഗം ഒരു ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് എടുക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ചമ്പക്കുളത്ത് വള്ളം കളിയുടെ വീഡിയോസ് അതൊക്കെ ഇപ്പം പെട്ടെന്ന് എടുക്കേണ്ടി വന്നുകൊണ്ട് ഇതിന് ഞാൻ വീഡിയോസ് എടുത്ത് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പം ഈ ഫോൺ ഞാൻ ആദ്യമായിട്ട് എടുക്കട്ടെ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫോൺ ഉണ്ട് ഇത്. പിന്നെ ഉള്ളത് അമ്മയുടെ ഫോൺ. മിക്കവാറും അമ്മയുടെ ഫോൺ, അച്ഛൻ്റെ ഫോൺ നോക്കിയ 6.1. അപ്പോൾ അതും അല്ലെങ്കിൽ അമ്മയുടെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മിക്കവാറും അമ്മയുടെ ഫോൺ തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയാണ്. വേറെ കാര്യങ്ങൾ ബ്ലോഗിങ് ശരിക്കുള്ള ആക്സസറീസ് എന്ന് വെച്ചാൽ ട്രൈപോഡ് ഉണ്ട്, റിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ സെൽഫി സ്റ്റിക്ക് ഉണ്ട്, പിന്നെന്തുവാ മൈക്കുണ്ട്. അത്രയാണ്. മൈക്ക് പക്ഷേ ഡാമേജ് ആയി പോകാറാണ്. അപ്പോൾ ഗൈസ് ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. പിന്നെ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെന്തുവാ ഇത്ര